എല്ലാവർക്കും നമസ്കാരം. എന്താ ചൂടല്ലേ, സഹിക്കാൻ പറ്റാത്ത ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സുഖത്തിനൊക്കെ അല്പം കുറവുണ്ടെന്ന് അറിയാം. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല മഴ പെയ്തു എന്ന് തോന്നണമല്ലേ, പക്ഷെ നമുക്ക് ഇവിടെയൊന്നും മഴ പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നിതാ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടക്കറിയും അതിൻ്റെ കൂടെ ഒരു ദോശയാണ്. ഇവിടെ നീർദോശ എന്നാണ് പറയുന്നത്, അതുമാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 3 മുട്ട എടുത്തിട്ട് ഇതാ പുഴുങ്ങി തൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉരുളൻകിഴങ്ങ് കൂടി ചേർത്തിട്ടാണ് ഇന്ന് മുട്ടക്കറി തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ ഉരുളൻകിഴങ്ങ് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയതാണ്. ഒറ്റ കറി നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അടുക്കളപ്പണിയൊക്കെ ഒന്ന് നമുക്ക് കുറച്ചെടുക്കാനും പറ്റും. അപ്പം ഞാൻ അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളൻകിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് തയ്യാറാക്കാം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു മണം വരും കേട്ടോ. കറിവേപ്പില എത്ര ചേർത്ത് കൊടുത്താലും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. പിന്നെ കുറച്ച് പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം നമ്മുടെ കറുകപ്പട്ടയുണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നമ്മുടെ ആ പെരിഞ്ജീരകമൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറിയിലേക്കൊക്കെ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങുള്ളൂ. ഇനി പെരിഞ്ജീരകം പൊടിച്ച് ചേർക്കണമെന്ന് വെച്ചാൽ അങ്ങനെയും ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കണമെന്ന് വെച്ചാൽ ഇപ്പം ചേർക്കണ്ട കേട്ടോ. നമ്മൾ പിന്നീട് മഞ്ഞൾപ്പൊടി ഒക്കെ ചേർക്കുന്ന ആ സമയത്ത് ചേർത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ചേർത്തിട്ടുണ്ട്. അപ്പം മുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് എണ്ണയിലിട്ടിട്ട് വാട്ടിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ ഈ കറിയിൽ. അപ്പോൾ വെളുത്തുള്ളി വേണമെന്ന് നിർബന്ധമുള്ളവർ വെളുത്തുള്ളി ചേർത്തോളൂ. ഈ കറിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇല്ലാതെയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്നൊരു ഗോൾഡൻ കളറിൽ വാടി കിട്ടിയാൽ മതി. അതുകൊണ്ട് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും നമുക്ക് ഈ കറിയിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെച്ചാൽ നമുക്ക് ഇനി പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതൊന്നും കൂടി നന്നായിട്ട് കണ്ടില്ലേ, ഈ നിറം മാറിയിട്ട് ഈ ഒരു കളറിലേക്ക് വരും. ഇപ്പം ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. വാടിക്കഴിഞ്ഞപ്പോൾ ഇത്രയും കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചൊക്കെ സവാളയും ഉരുളൻകിഴങ്ങും ഒക്കെ എടുത്തോളൂ. ഞാനിപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ പച്ചമുളക് നല്ല എരിവുള്ള ഇതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല, നമ്മുടെ സാധാ മുളക് പൊടി, കളറൊക്കെയുള്ള മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ട് അത് തന്നെയാണ് ചേർത്തത്. പിന്നെ ചേർത്ത് കൊടുത്തത് 2 സ്പൂൺ മല്ലിപ്പൊടി ഉണ്ടല്ലോ, അതാ ചേർത്ത് കൊടുത്തത്. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. ഗരം മസാല വളരെ കുറച്ച് ചേർത്താൽ മതി. കാരണം എന്താ വെച്ചാൽ പെരിഞ്ജീരകവും കറുകപ്പട്ടയും നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ അളവൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ മുട്ടക്കറിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മസാലയുടെ ആ ഒരു കുത്തൽ മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ കറിക്ക്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ആ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണല്ലേ ഈ മുട്ടക്കറി. മുട്ട റോസ്റ്റ് ആണെങ്കിലും ഇതുപോലെ തയ്യാറാക്കുന്ന കറിയൊക്കെ നമുക്ക് എളുപ്പനേ ഉണ്ടാക്കാൻ പറ്റും. അതുമല്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണാനും ഈ ഒരു കറി തന്നെ മതിയാവും. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഒരു രക്ഷയില്ല അല്ലേ. കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഒന്നാമത് ചൂട്, പിന്നെ നമ്മൾ ഈ സ്റ്റൗ ഒക്കെ കത്തിച്ച് കഴിയുമ്പം അതിൻ്റെ ചൂടും നമുക്ക് ഇറങ്ങി ഓടാൻ തോന്നും കിച്ചണിൽ നിന്നൊക്കെ. ഇനി അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ പച്ച തക്കാളി ചേർത്ത് കഴിഞ്ഞാലൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്ക്. പിന്നെ ചിലപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് പഴുത്തതൊന്നും ആയിരിക്കില്ല അല്ലേ, പച്ച തക്കാളി ആയിരിക്കും. പിന്നെ ഈ വീട്ടിലുണ്ടാവുന്ന തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ കറക്റ്റ് പുളിയൊക്കെ അതിന് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതാ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ തക്കാളി ഒന്ന് വാടി വെന്ത് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. വെള്ളമൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. ഇതാ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടോ, കണ്ടോ നമ്മുടെ തക്കാളിയിൽ നിന്ന് നന്നായിട്ട് ആ ഒരു ജ്യൂസ് വന്നിട്ടുണ്ട്. അത് നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നത്. അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും നമ്മൾ ഇളക്കി കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല പഴുത്തത് നോക്കിയെടുക്കണമെന്ന്. മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ ഇതൊന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളൻകിഴങ്ങുണ്ടല്ലോ, ഉരുളൻകിഴങ്ങ് ഓൾറെഡി വേവിച്ചതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ ആ ഒരു പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. ഫ്രൈ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ആ ചെറിയ തീയിലിരുന്നിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവും. അപ്പോഴാണ് നമ്മൾക്ക് ആ കറി കഴിക്കുമ്പം ഇടയ്ക്ക് ഉരുളൻകിഴങ്ങ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആ ഉരുളൻകിഴങ്ങിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 2-3 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതെപ്പോഴും പറയുന്നില്ല എന്നേ ഉള്ളൂ, മനസ്സിലെന്നും നന്ദിയുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ഇടാനുള്ളൊരു പ്രചോദനം കിട്ടുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കമൻറ്റൊക്കെ വായിക്കുമ്പം ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വീഡിയോ നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത് ഓരോരുത്തരും. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടുന്ന കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ഇനിയും തുടർന്ന് അതുപോലെ തന്നെ ചെയ്യണേ, സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവണം എല്ലാവരും. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടത് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം വെന്തതാണെങ്കിലും നമ്മൾക്ക് കുറച്ച് ചാറോട് കൂടിയാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ച് കൊടുക്കണം. ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാം ഓൾറെഡി വെന്തത് തന്നെയാണ്. പക്ഷേ നമ്മളൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴാണല്ലോ അതിനകത്തേക്ക് നമ്മുടെ ആ ഒരു മസാലകളൊക്കെ നന്നായിട്ട് ഇറക്കിയിട്ട് കുറച്ച് ഗ്രേവി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഒരു 1-2 മിനിറ്റ് അത്രയും മതി. ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ചേർക്കണം വെച്ചാൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ടി വരില്ല, നമ്മൾ കറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കണം. എരിവും അതുപോലെ തന്നെ ഉപ്പും വേണമെങ്കിൽ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഉടയാത്ത ചെറിയ ഉരുളൻകിഴങ്ങൊക്കെ ഉണ്ടായത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തതാണ്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് പാകമാണ്, എരിവും അതുപോലെ തന്നെ കറക്റ്റ് പാകമാണ് കേട്ടോ. ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടണം നമുക്ക്. അപ്പോഴാണ് നമ്മുടെ ഈ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കറക്റ്റ് ഒരു പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കോഴിമുട്ട കട്ട് ചെയ്തിടുന്നില്ല, ഇതുപോലെ ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞ് ഇടുന്നേ ഉള്ളൂ. അതിനകത്തേക്ക് ആ മസാലയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് കട്ട് ചെയ്ത് ഇടണമെന്ന് വെച്ചാൽ അങ്ങനെ ആവാട്ടോ. ചിലവർക്ക് കട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും ഇഷ്ടം, അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. ഇപ്പം ഞാനിത് ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ ആ ചെറിയ തീയിലിട്ടിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ആ കോഴിമുട്ടയുടെ അകത്തേക്ക് ആ ഗ്രേവിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നാളികേരത്തിൻ്റെ പാലൊഴിക്കുന്നുണ്ട്, അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഇപ്പം ഞാനൊരു അരമുറി നാളികേരം എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് കേട്ടോ, ഒരു ചെറിയ നാളികേരമായിരുന്നു. 1 ഗ്ലാസ് നാളികേരത്തിൻ്റെ പാലാണ്, അത് ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരുപാട് നേരം ഇനിയിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 1-2 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മുട്ടക്കറിക്ക്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കാത്തവർ തയ്യാറാക്കി നോക്കണം. ഞാൻ കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. കറിവേപ്പില തൂവി കഴിഞ്ഞപ്പോൾ അതെല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ വന്നു പോയിട്ടോ. ഞാൻ അറിയാതെ പെട്ടെന്ന് അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയും ചെയ്തു. ആ ആവി നന്നായിട്ട് കയ്യിൽ കൊണ്ടു. നമ്മളങ്ങനെയാണ്, കിച്ചണിൽ കയറുമ്പോഴൊക്കെ ചില സമയത്തല്ലേ പെട്ടെന്ന് ധൃതിക്ക് ചെയ്തു പോവും ഓരോ കാര്യങ്ങൾ. അബദ്ധമായിരിക്കും അത് ചെയ്യുന്നത് മൊത്തം. ഇപ്പോൾ ഞാൻ 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്കൊന്ന് വറുത്തിടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കുക. ആ ചെറിയ ഉള്ളി ഗോൾഡൻ കളറിൽ ഫ്രൈ ആയി കിട്ടണം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ മുട്ടക്കറിക്ക്. കാരണം ആ ചെറിയ ഉള്ളിയുടെ ഫ്ലേവർ ഉണ്ടല്ലോ, നല്ല മണവും കിട്ടും നമുക്ക്.
നമ്മുടെ കറിക്ക്. ഇതാ ഞാൻ കറിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കറി റെഡിയായി. ഇതിന് കൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ? അപ്പം ഞാൻ തയ്യാറാക്കിയത് ഇന്ന് നീർദോശയാണ് കേട്ടോ. ഇവിടെ നീർദോശ എന്നാ പറയുക. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കാരണം നമ്മുടെ ഇടിയപ്പവും അപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതിനകത്തേക്ക് കുറച്ച് നാളികേരവും പിന്നെ അതിനകത്തേക്ക് കുറച്ച് ജീരകം ഉണ്ടല്ലോ, നമ്മുടെ നല്ല ജീരകം, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എല്ലാവരും തയ്യാറാക്കുന്ന ദോശ തന്നെയാണെന്ന് തോന്നണു അല്ലേ ഇത്? ശരിക്കും ഇടിയപ്പം ഉണ്ടാക്കാനായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ചൂടായി. അപ്പം ഞാൻ പ്ലാൻ മാറ്റി. ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. പിന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ മുട്ടക്കറിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ദോശ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പം നമ്മുടെ മാവ് ഇതിനകത്തേക്ക് കോരി ഒഴിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേര് നീർദോശ എന്നാണ്. ഇതിന് കുറച്ച് ലൂസായിട്ടായിരിക്കും നമ്മൾ ആ ഒരു മാവ് എടുക്കുന്നത്. നമ്മുടെ സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ അല്ല ഇതിൻ്റെ മാവ് എടുക്കുന്നത്. കുറച്ച് വെള്ളമൊക്കെ നീട്ടിയായിരിക്കും എടുക്കുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് ഇതുപോലെ കോരി ഒഴിക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ടല്ല ഇത് പരത്തിയെടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക ചെയ്യുന്നത് ഇതുപോലെ. അങ്ങനെയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ തന്നെയാണോ എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ദോശയ്ക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. ചിലവർ ഇതുണ്ടാക്കുമ്പം ഒരു വശം മാത്രമേ വേവിക്കുള്ളൂ, എന്നിട്ട് അങ്ങനെ തന്നെ എടുക്കുക ചെയ്യുന്നത്. പക്ഷേ എനിക്ക് രണ്ട് സൈഡും ഒന്നും മൊരിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതെടുത്തിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് ഒരുപാട് നേരം ഒന്നും മൂപ്പിച്ചെടുക്കില്ല. 1-2 സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചെടുക്കും. എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഈ ദോശ ഒന്ന് തയ്യാറാക്കണം. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ നമുക്ക് എളുപ്പനെ ഉണ്ടാക്കുകയും ചെയ്യാം അല്ലേ? വറുത്ത അരിപ്പൊടിയൊക്കെ നമ്മൾ വാങ്ങിച്ചതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്തതിനുള്ള മാവ് ഞാൻ ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.